ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 25 വ്യാഴാഴ്ചയാണ്. തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും S&P 500ഉം നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. US ഫ്യൂച്ചേഴ്സ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. US Q4 GDP ഡാറ്റ പുറത്തു വരാനുണ്ട്. പ്രധാനപ്പെട്ടതാണ് US ADRൽ ICICI ബാങ്കും ആക്സിസ് ബാങ്കും 2.5% ഇടിവ് നേരിട്ടു. ഓയിൽ സെഗ്മെന്റിൽ WTI ക്രൂഡ് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ബ്രന്റ് 80 മുകളിലാണ്. ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും പോകാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. മാർക്കറ്റ് ന്യൂസിൽ ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി ഗിഫ്റ്റ് സിറ്റിയെക്കുറിച്ചുള്ള വളരെ വലിയൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ കമ്പനികൾക്ക് ഇപ്പോൾ അവരുടെ ഓഹരികൾ ഗിഫ്റ്റ് സിറ്റിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിലും NSE ഇന്റർനാഷണൽ എക്സ്ചേഞ്ചിലും നേരിട്ട് ലിസ്റ്റ് ചെയ്യാം. ഇത് അന്താരാഷ്ട്ര ലിസ്റ്റിംഗിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ്. ആഭ്യന്തര വിദേശ കറൻസി വഴി മൂലധനം സ്വരൂപിക്കാനുള്ള ഒരു ബദൽ വഴി കൂടി തുറക്കുന്നു. പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകൾക്കും ടെക് കമ്പനികൾക്കും വളരെയേറെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇന്ത്യൻ വിപണിയുടെ ലാൻഡ്സ്കേപ്പ് പുനർനിർണ്ണയിക്കാനും ആഗോള നിക്ഷേപകരെ ആകർഷിക്കാനും ഇതുവഴി സാധിക്കും. മൊത്തത്തിൽ സ്റ്റാർട്ടപ്പുകൾക്കും ടെക് കമ്പനികൾക്കും പോസിറ്റീവാണ്. അവരുടെ വാല്യുവേഷൻ വർദ്ധിക്കും. മാത്രമല്ല ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായി ഇന്ത്യയിലേക്ക് വരും. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ശക്തമായ ഡിമാൻഡുകൾ കാരണം ഇന്ത്യയുടെ ബിസിനസ് ജനുവരിയിൽ 4 മാസത്തിനിടയിലെ ഏറ്റവും വേഗത്തിൽ വികസിച്ചു. ഒരു സ്വകാര്യ സർവേ പ്രകാരം ഇൻപുട്ട് ചെലവ് ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ നിരക്കിൽ വർദ്ധിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ 6.9% വളർച്ച നേടുമെന്ന് റോയിറ്റേഴ്സ് പോൾ ബുധനാഴ്ച വ്യക്തമാക്കുന്നു. ഇനി S&P ഗ്ലോബൽ സമാഹരിച്ച HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് PMI സൂചിക ഈ മാസം 61 ഉയർന്നു. ഡിസംബറിൽ 58.5 ആയിരുന്നു. സെപ്റ്റംബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. തുടർച്ചയായ മാസങ്ങളിൽ സൂചിക 50 മുകളിൽ നിൽക്കുന്നു എന്നത് പോസിറ്റീവ് തന്നെയാണ്. HSBCയിലെ ചീഫ് ഇന്ത്യ എക്കണോമിസ്റ്റ് പ്രഞ്ജുർ ഭണ്ഡാരി അഭിപ്രായപ്പെട്ടത് ജനുവരിയിൽ സമ്പദ് വ്യവസ്ഥ അതിവേഗം വളർന്നു, ഉൽപാദനവും വർദ്ധിച്ചു, ശക്തമായ ബിസിനസ് സേവന പ്രവർത്തനങ്ങളും ആണ് ഇതിലേക്ക് നയിച്ചത്. എന്തായാലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും സമീപകാലത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നുവെന്നും ഈ ഡാറ്റ സൂചിപ്പിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെ എടുക്കാൻ കഴിയുന്ന മറ്റൊരു വാർത്തയാണ്. അടുത്തത് ബാങ്കിംഗ് സെക്ടറുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബാങ്കിംഗ് ലിക്വിഡിറ്റി ഡെഫിസിറ്റ് എന്നത് എന്താണെന്ന് ആദ്യം പറയാം. ബാങ്കുകൾക്ക് അവരുടെ ഹ്രസ്വകാല ബാധ്യതകൾ നിറവേറ്റുന്നതിന് എളുപ്പത്തിൽ ലഭ്യമാകുന്ന പണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യയുടെ ബാങ്കിംഗ് സിസ്റ്റം ലിക്വിഡിറ്റി ഡെഫിസിറ്റ് 2024 ജനുവരിയിൽ 3.34 ട്രില്യൺ, അതായത് $40.18 ബില്യൺ എന്ന റെക്കോർഡ് നിലയിലെത്തി. ഈ കുത്തനെയുള്ള വർധനവിന് കാരണമായത് നികുതി പേയ്മെന്റുകളിലേക്കുള്ള ഒഴുക്ക്, സമീപ മാസങ്ങളിൽ പരിമിതമായ സർക്കാർ ചെലവുകൾ എന്നിവയാണ്. എന്തായാലും 3.34 ട്രില്യൺ രൂപ എന്ന റെക്കോർഡ് ഉയർന്ന പണക്ഷാമമാണ് ഇന്ത്യയിലെ ബാങ്കുകൾ നേരിടുന്നത്. ആളുകൾ കൂടുതൽ നികുതി അടയ്ക്കുന്നതിനാലും സർക്കാർ ചെലവ് കുറയുന്നതിനാലും ബാങ്കുകൾക്ക് വായ്പ നൽകാൻ ബുദ്ധിമുട്ടാണ്. ഇനി വായ്പ നൽകുന്നതിന് കൂടുതൽ പണം നൽകണമെന്നാണ് ബാങ്കുകൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ബാങ്കിംഗ് സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്ത സെഗ്മെന്റിലേക്ക്, നിഫ്റ്റിയിലേക്ക്. 21,453 215 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ചൊവ്വാഴ്ച നിഫ്റ്റിയിൽ 1.5% ഇടിവാണ് കണ്ടത്. എന്നാൽ ഇന്നലെ 1% ഒരു റിക്കവറി കാണാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം ഇന്നത്തെ മന്ത്ലി എക്സ്പയറിക്ക് മുന്നോടിയായി എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റിക്ക് ഡൗൺ സൈഡിൽ 21,234 40 ഡേ മൂവിംഗ് ആവറേജ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അപ് സൈഡിലേക്ക് വന്നാൽ ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,500 മുതൽ 21,520 സോണാണ്. ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററിൽ ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിച്ചത് റിവേഴ്സലിന്റെ ഒരു സൂചനയാവാം. 21,400 21,350 ലെവലുകൾ ഡൗൺ സൈഡിൽ ക്രൂഷ്യലാണ്. ഡേ ക്യാൻഡിൽ ഒരു ലോങ് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇതിനോടൊപ്പം നല്ല വോളിയം കൂടിയുള്ളത് അപ്പ് മൂവ്മെന്റിന്റെ കൂടുതൽ പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നു. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. പ്രധാനപ്പെട്ട ഡാറ്റയാണ്. 22,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 21,700-ലും 21,800-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,300-ലും അതിനുശേഷം 21,400-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 21,700 മുതൽ 21,800 സോണാണ്. ഈ സോണിന്റെ മറ്റൊരു പ്രത്യേകത കൂടി പറയാം. ഹവർലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ സോണ് ഏകദേശം 21,780 21,800 സോൺ തന്നെയാണ്. അപ്പോൾ ഒരു പുൾ ബാക്ക് ഒക്കെ വരികയാണെങ്കിൽ
ഏകദേശം ഈ സോണിലേക്ക് എത്താനുള്ള സാധ്യതയായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കാണിച്ചു തരുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 45,082 67 പോയിന്റ്സ് നേട്ടത്തിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്തത് ICICI ബാങ്കും ആക്സിസ് ബാങ്കുമാണ്. ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് 200 ഡേ EMA ഉണ്ടായിരുന്ന 44,565 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒടുവിൽ അവസാന മണിക്കൂറിൽ ഒരു തിരിച്ചുവരവ് നടത്തി പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ ബാങ്ക് നിഫ്റ്റിക്ക് സാധിച്ചു. 45,000 മുകളിൽ ഇന്നലെയും ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാം. ഡൗൺ സൈഡിൽ 44,500 മുതൽ 44,400 വരെയുള്ള റേഞ്ച് ക്രൂഷ്യലാണ്. ഇന്നലത്തെ ലോ 44,489 ശ്രദ്ധിക്കുക. അപ്സൈഡിലേക്ക് വന്നാൽ 45,460 മുതൽ 45,810 വരെയുള്ളത് ഒരു ക്രൂഷ്യലായിട്ടുള്ള സോണാവാനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 അതിനുശേഷം 46,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 44,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 43,500 അതിനുശേഷം 45,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 44,000 റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 46,000 14.38 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 3.21% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. അവസാന മണിക്കൂറിലാണ് ഇന്ത്യ വിക്സ് ഇടിഞ്ഞത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിന് മുന്നേ ആയി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ഇനി മാർക്കറ്റുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് രാവിലെ 7:30 തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കും. ഇപ്പോഴും പലരും ഓപ്ഷൻസിൽ വലിയ രീതിയിൽ പണം കളയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പണമാണ്, നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കുക. പ്രത്യേകിച്ച് ഓപ്ഷൻസിൽ പഠിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻസ് കോഴ്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ കോഴ്സ് സ്വന്തമാക്കാവുന്നതാണ്. ഇതുകൂടാതെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇന്നലെ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന പ്രധാനപ്പെട്ട റിസൾട്ടുകൾ നോക്കാം. ആദ്യം ബജാജ് ഓട്ടോ 37% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 2,042 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂയിലും ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 30% വർധനമുണ്ട്. 12,113.5 കോടി രൂപയിലാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ റവന്യൂ ഉള്ളത്. 21.7% വർധനവ് സെയിൽസിലും കാണാം. അടുത്തത് ടെക് മഹീന്ദ്ര നെറ്റ് പ്രോഫിറ്റിൽ 3.3% വർധനവാണ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. നെറ്റ് പ്രോഫിറ്റ് 510.4 കോടി രൂപയിലാണ്. റവന്യൂ ഉള്ളത് 1.8% വർധനമാണ് കാണിക്കുന്നത്. 13,101 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ടാറ്റ സ്റ്റീലാണ്. നെറ്റ് പ്രോഫിറ്റ് 522.1 കോടി രൂപയിലാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ എത്തിയത്. അതിന് മുൻപത്തെ ക്വാർട്ടറിൽ 2,502 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. കൂടാതെ റവന്യൂ 3.1% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 55,312 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സിയറ്റ് നെറ്റ് പ്രോഫിറ്റിൽ 5 മടങ്ങിന്റെ വർധനവാണ് ഈ ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. 181.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ ഇതേ ക്വാർട്ടറിൽ 34.85 കോടി രൂപ മാത്രമായിരുന്നു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് 8.6% വളർന്നത്. ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുമ്പോൾ 2,963.1 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് TVS മോട്ടോഴ്സ് കമ്പനിയുടെയും നല്ല റിസൾട്ട് തന്നെയാണ് വന്നത്. ഇയർ ഓൺ ഇയറിൽ 68% വർധനമാണ് നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ വന്നത്. 593 കോടി രൂപയിലാണ് കഴിഞ്ഞ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. ഇനി റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 26% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ വന്നത്. 8,245 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇനി സെയിൽസിലും 27.1% വർധനവ് വന്നിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ട് തന്നെയാണ് TVS മോട്ടോഴ്സും കൊണ്ടുവന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനിക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ നിന്ന് 1,070 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. അടുത്തത് സി എന്റർടൈൻമെന്റിനെ സംബന്ധിച്ച് വീണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. ED മുംബൈയിലെ സി ഉടമകളുടെ SL ഗ്രൂപ്പിലെ കോണ്ടിനെന്റൽ ഓഫീസിൽ തിരച്ചിൽ നടത്തി എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് BHELനെയും കോളിനെയും സംബന്ധിച്ച ഒരു വാർത്തയാണ്. ഒഡീഷയിലെ കൽക്കരി അമോണിയം നൈട്രേറ്റ് സംയുക്ത സംരംഭ പദ്ധതിയിൽ കോൾ ഇന്ത്യയും ബെല്ലും 11,782 കോടി രൂപ വരെ നിക്ഷേപിക്കും എന്നൊരു വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ JSW സ്റ്റീൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ACC, അദാനി പവർ, SBI കാർഡ്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ ടെക്നോളജീസ്, വേദാന്ത, ഹിന്ദുസ്ഥാൻ പെട്രോളിയം
AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി, സിയൻറ്റ് ഇക്വിറ്റീസ്, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, സിൻജൈൻ ഇന്റർനാഷണൽ എന്നിങ്ങനെയുള്ള കമ്പനികളാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ബൽറാംപൂർ ചിനി മിൽസ്, IRCTC, നാഷണൽ അലുമിനിയം കമ്പനി, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് എന്നിവയാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം PFC 400 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 412.6 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 423 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു നല്ല പ്രോഫിറ്റിലേക്ക് വന്ന F&O സ്റ്റോക്ക് REC ലിമിറ്റഡ് ആയിരുന്നു. 460 CE ആയിരുന്നു പറഞ്ഞത്. 465.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. 473 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് RECയിൽ ലഭിച്ചത്. ടാറ്റ പവറാണ് മറ്റൊരു പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക്. 350 CE ആയിരുന്നു പറഞ്ഞത്. 355 എന്ന നിലയിൽ എൻട്രി എടുത്തു. 358 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ലഭിച്ചത്. ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിങ്ങിലുമാണ്. അടുത്തത് ഡോക്ടർ റെഡ്ഡി 5800 CE ആയിരുന്നു പറഞ്ഞത്. 5830 എന്ന നിലയിൽ എൻട്രി എടുത്തു. 5915 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റൊരു സ്റ്റോക്ക് കോൾ ഇന്ത്യ ആയിരുന്നു. 380 CE ആയിരുന്നു പറഞ്ഞത്. 386 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. സ്വിംഗ് സെഗ്മെന്റിലേക്ക് ഇന്നലെ ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഏകദേശം 11% മുകളിൽ പ്രോഫിറ്റായി നേടിത്തന്ന ഒരു സ്റ്റോക്കായിരുന്നു മിഥാനി. 451 എന്ന നിലയിൽ എൻട്രി എടുത്ത് 505 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 12% നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. നമ്മുടെ ടാർഗറ്റും ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന മറ്റ് സ്റ്റോക്കുകൾ നോക്കാം. SJVN 109.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 113.85 എന്ന നില വരെ അപ്പായി. ഏകദേശം 4% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ട്രൈഡൻ്റ് ആയിരുന്നു. 45.8 എന്ന നിലയിൽ എൻട്രി എടുത്തു. 46.7 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 2% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഈസി മൈ ട്രിപ്പ് 46.15 എന്ന നിലയിൽ എൻട്രി എടുത്തു. 47 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 1.80% ഇന്നലെ ഇൻട്രാഡേയിൽ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ഇന്നലെ സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു സ്റ്റോക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. ജനുവരി 16 സ്റ്റോക്കിൽ എൻട്രി എടുത്ത് 28.75 എന്ന നിലയിൽ എൻട്രി എടുത്തു. ഫസ്റ്റ് ടാർഗറ്റ് ജനുവരി 18 ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. സെക്കൻഡ് ടാർഗറ്റ് 35 ആയിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്തു. ഏകദേശം 21% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇന്നലെ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത സ്റ്റോക്കുകളുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത് വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. തുടർച്ചയായ 6ാമത്തെ ദിവസവും FIS സെല്ലിങ്ങിൽ തന്നെയാണ്. ഇന്നലെ 6,934 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. പക്ഷേ DIS അവരോട് കിടപിടിച്ച് തന്നെ നിന്നു. 6,012 കോടി രൂപയ്ക്ക് അവർ ബൈ ചെയ്തു. US മാർക്കറ്റുകൾ S&P 500 4,903 എന്ന പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായ 5ാം ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ ഡൗ ജോൺസ് 0.21% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 0.56% ഉയർന്നു. S&P 500 0.26% ഉയർന്നും ക്ലോസ് ചെയ്തു. നാസ്ഡാക്കും ഓൾ ടൈം ഹൈക്ക് വെറും 4% മാത്രം അകലെയാണ്. ഇന്നലെ US ടെക് സ്റ്റോക്കുകളിൽ തന്നെയാണ് വലിയ റാലി കണ്ടത്. ഇന്നലെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് കൂടിയതിനു ശേഷം നെറ്റ്ഫ്ലിക്സ് 10.7% ഉയരുകയുണ്ടായി. മൈക്രോസോഫ്റ്റ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തു. ഒപ്പം $3 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ എന്ന ഒരു നിർണായക മാർക്ക് കൂടി മൈക്രോസോഫ്റ്റ് പിന്നിട്ടു. Nvidia 2% ഉയർന്നു. ഇനി Q4 റിസൾട്ടുകളിൽ എക്സ്പെക്ടേഷൻ മിസ് ചെയ്ത ടെസ്ല 5% ഇടിവും നേരിട്ടു. മറ്റൊരു സർവേ ഇന്നലെ പുറത്തു വന്നത് അതിൽ US എക്കോണമി നല്ല രീതിയിൽ തന്നെ വളരുന്നു, ബിസിനസ് പ്രവർത്തനം ഉയരുന്നതും പണപ്പെരുപ്പം കുറയുന്നതും ആയി കാണപ്പെടുന്നു. എന്തായാലും വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സർവേ തന്നെയാണ്. കൂടാതെ CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം 85.5% റേറ്റ് കട്ട് വരുന്ന മെയ് മാസത്തിലായിരിക്കും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കാം. 4th ക്വാർട്ടർ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഡാറ്റ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ ഹുമാന, സൗത്ത് വെസ്റ്റ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, ഇന്റൽ എന്നിങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ട് വരുന്നുണ്ട്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വീണ്ടും US ADRൽ ICICIയും ആക്സിസും വലിയ രീതിയിൽ തന്നെ ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 2.42% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 2.42% തന്നെ ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പക്ഷേ HDFC ബാങ്ക് 1.57% നേട്ടത്തിലും ക്ലോസ് ചെയ്തു.
മെയ്ക്ക് മൈ ട്രിപ്പാണ് ഇന്നലെ വലിയ ഇടിവിലേക്ക് പോയത്. 4% മുകളിൽ ഇടിഞ്ഞു. ഇൻഫോസിസ് 1% നേട്ടമുണ്ടാക്കിയപ്പോൾ വിപ്രോ 1.14% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 3.14% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.20% ഉയർന്നും S&P 500 0.05% നേട്ടത്തിലും നാസ്ഡാക്ക് 0.01% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.56% ഉയർന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.91%, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.58% ഉയർന്നു. സ്റ്റോക്ക് 600 1.15% ഉയർന്നത്. എല്ലാ സെക്ടറുകളും പോസിറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. നെറ്റ്ഫ്ലിക്സിലും മൈക്രോസോഫ്റ്റിലും ഉണ്ടായ നേട്ടം യൂറോപ്യൻ ടെക് സ്റ്റോക്കുകളിലും കാണാൻ കഴിഞ്ഞു. ടെക് സ്റ്റോക്കുകൾ അവിടെ 4.8% ഉയർന്നു. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾക്ക് ഗുണകരമായത് പ്രിലിമിനറി പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നിരുന്നു. നല്ല ഡാറ്റ തന്നെയായിരുന്നു. ഇനി യൂറോപ്യൻ മാർക്കറ്റുകളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുക യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് മോണിറ്ററി പോളിസി മീറ്റിംഗിന് ശേഷം തന്നെ ആയിരിക്കും. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.06% ഇടിഞ്ഞും, CAC 0.02% ഉയർന്നും, FTSE 0.07% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ സൗത്ത് കൊറിയയിൽ നിന്ന് GDP നമ്പറുകൾ പുറത്തുവന്നു. 2.22% ഉയർന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 0.6% GDP ഡാറ്റ എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തത് പോസിറ്റീവ് തന്നെയാണ്. മറ്റൊരു വാർത്ത കൂടിയുള്ളത് പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനായി അടുത്ത മാസം ആദ്യം കരുതൽ ധനമായി ബാങ്കുകളുടെ കൈവശം വെക്കേണ്ട ഫണ്ടുകളുടെ അളവ് കുറയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു ചെറിയ ഫോളിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,445 0.09% ഇടിവിൽ. നിക്കി മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റുള്ളത് 0.41% ഇടിവിലുമാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.04% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.54% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ എനർജി ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന്റെ കണക്കനുസരിച്ച് ജനുവരി 19 അവസാനിക്കുന്ന ആഴ്ചയിൽ US ഉൽപ്പാദനം പ്രതിദിനം 1 ദശലക്ഷം ബാരൽ കുറഞ്ഞ് 12.3 ദശലക്ഷം BPD ആയി കുറഞ്ഞു. ഇതേ കാലയളവിൽ US വാണിജ്യ ക്രൂഡ് ഇൻവെന്ററികളിൽ 9.2 ദശലക്ഷം ബാരലിന്റെ കുറവുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഓയിൽ പ്രൈസുകൾ ഇന്നലെ 1% നേട്ടമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ക്രൂഡ് $80.19 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.19% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $75.27 പെർ ബാരൽ എന്ന നിലയിൽ 0.24% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.